Hi everyone, welcome to Drug Media. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് ഏവർക്കും വളരെ നന്നായി അറിയാവുന്ന ഒരു കോസ്മെറ്റിക് ക്രീമിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ക്രീമിൻ്റെ പേര് ഫെയർ ആൻഡ് ലവ്ലി കോസ്മെറ്റിക് ക്രീം എന്നുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. വളരെ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം ഫെയർ ആൻഡ് ലവ്ലിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവരൊരു സ്കിൻ ലൈറ്റനിങ് ക്രീം എന്നുള്ള പർപ്പസ് രീതിയിലാണ് ഈ പ്രൊഡക്റ്റ് ആദ്യം ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1975 മുതലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഫെയർ ആൻഡ് ലവ്ലി ലോകത്ത് ഏകദേശം 57ഓളം രാജ്യങ്ങളിൽ ഒഫീഷ്യലായിട്ട് തന്നെ അവൈലബിൾ ആണ്. 2012 ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് ചിലവുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റായിട്ട് ഫെയർ ആൻഡ് ലവ്ലിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഏകദേശം 80% ഇന്ത്യൻ മാർക്കറ്റിലെ മൊത്തത്തിലുള്ള 80% ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റാണ് ഫെയർ ആൻഡ് ലവ്ലി എന്നുള്ള പ്രോഡക്റ്റ്. 2012 ഒരു സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ അവർക്ക് അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങളോട് പോവാം. ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിലാണ് അല്ലെങ്കിൽ പുറത്താണെങ്കിൽ പോലും 12 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാമെങ്കിൽ പോലും ഒരു സർവേ പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് 21 വയസ്സിന് മുതൽ 35 വയസ്സിന് ഇടയിലുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. മെയിനായിട്ട് ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കുന്നത് പല വിഭാഗത്തിലുള്ള ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട്. ഇന്ന് ഞാൻ ഈ റിവ്യൂവിൽ പറയാൻ പോകുന്നത് ഫെയർ ആൻഡ് ലവ്ലിയുടെ മൾട്ടി വൈറ്റമിൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഫെയർ ആൻഡ് ലവ്ലിയുടെ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ടോൺസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൂടാതെ തന്നെ ഫേസിന് മുഖത്തിനൊരു ഫെയർനെസ് ലഭ്യമാവാൻ വേണ്ടിയിട്ടും, കൂടാതെ തന്നെ മുഖത്തിനകത്ത് വരുന്ന ബ്ലെമിഷസ് ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ നമ്മളെ മാർക്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ട്രെച്ച് മാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൂടാതെ തന്നെ ഡാർക്ക് സർക്കിൾ ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൂടാതെ തന്നെ മുഖത്തിനൊരു ഗ്ലോ ലഭ്യമാവാൻ വേണ്ടിയിട്ടും, കൂടാതെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. കോമ്പോസിഷൻ ഞാൻ പറയാം. ഇതിനകത്ത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ മുഖത്തിനൊരു ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ പർപ്പസ് നൽകി മുഖം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് മെയിനായിട്ട് ഈ ഫെയർ ആൻഡ് ലവ്ലിയുടെ മൾട്ടി വിറ്റാമിൻ പ്രൊഡക്റ്റ് അടങ്ങിയിട്ടുള്ള ഈ കോസ്മെറ്റിക് ക്രീം ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് SPF അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അടങ്ങിയത് കാരണത്താൽ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും ഒരു സംരക്ഷണം ലഭ്യമാകുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പോസിഷൻ, അതായത് ഫെയർ ആൻഡ് ലവ്ലിക്കകത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഫെയർ ആൻഡ് ലവ്ലിനകത്ത് മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത് സ്റ്റിയറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റിയറിക് ആസിഡ് ലഭ്യമാവുന്നത് മൃഗങ്ങളുടെ ബോഡി ഫാറ്റിൽ നിന്നുമാണ് ഈ സ്റ്റിയറിക് ആസിഡ് ലഭ്യമാവുന്നത്. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ലാഡ് അഥവാ പന്നികളുടെ ശരീരത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്റ്റിയറിക് ആസിഡ് കണ്ടുവരുന്നത്. മറ്റ് മൃഗങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ടും പിഗ് അഥവാ പന്നികളുടെ ശരീരത്തിലാണ് ഈ സ്റ്റിയറിക് ആസിഡ് കണ്ടുവരുന്നത്. ആ ഫാറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഈ ക്രീം ഈ ഒരു ക്രീം മാത്രമല്ല, ലോകത്തോളം ഏത് തരത്തിലുള്ള കോസ്മെറ്റിക് പ്രോഡക്റ്റിനകത്താണെങ്കിൽ സ്റ്റിയറിക് ആസിഡ് മസ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖത്തിന് ഒരു ഗ്ലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സ്റ്റിയറിക് ആസിഡ് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻസാണ് വൈറ്റമിൻ B3, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B6, കൂടാതെ തന്നെ SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ. ഇനി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 2 നേരം, അതായത് 12 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കാലത്ത് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനുശേഷം വല്ല ടിഷ്യൂ കൊണ്ടോ കർച്ചീഫ് കൊണ്ടോ മുഖം ഡ്രൈ ആയതിനു ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുക. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ രാത്രിയിൽ വൈകിട്ടും ഏതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി വൃത്തിയാക്കിയ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ക്രീം ഉപയോഗിച്ച് നമുക്ക് ഉറങ്ങാവുന്നതാണ്. അങ്ങനെ ഇത് 2 നേരത്താണ് മെയിനായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അതായത് ഏത് തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറായിട്ട് വരുന്ന ചില സൈഡ് എഫക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ പിമ്പിൾസ്, അതായത് മുഖക്കുരു വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ സ്കിൻ റാഷ്, ചെറിയ രീതിയിലുള്ള മൈൽഡായിട്ടുള്ള ചൊറിച്ചിലോ അല്ലെങ്കിൽ അലർജിയോ സംബന്ധമായ മറ്റു കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഒരു കോമൺ ആയിട്ട് എടുത്ത് പറയുന്ന റയറായിട്ടുള്ള സൈഡ് എഫക്റ്റ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റോറേജ് നോക്കാം. എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്? ഇത് മെയിനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് കൂളായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു 30 ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള സ്ഥലത്താണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്ത് കീപ്പ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ പ്രൈസ് നോക്കാം. ഇന്ത്യൻ മാർക്കറ്റിലാണ് ഏകദേശം 50 ഗ്രാമിന് 90 രൂപ മുതൽ 120 രൂപ വരെയും, ഇതേ 50 ഗ്രാമിന് UAE മാർക്കറ്റിലാണെങ്കിൽ 12 ദിർഹം മുതൽ ഏകദേശം ഒരു 17 ദിർഹം അല്ലെങ്കിൽ ഒരു 18 ദിർഹം ആ ബേസിലും ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ ക്രീം ഉപകാരപ്പെടുന്നവർക്കും
ഈ ക്രീമിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.